ചാനൽ ചർച്ചയിലെ പരാമർശത്തിൽ പി.സി. ജോർജ് കോടതിയിൽ ഹാജരായി. പോലീസിന് മുൻപിൽ ഹാജരാകുമെന്ന് നേരത്തെ പി.സി. ജോർജ് അറിയിച്ചിരുന്നുവെങ്കിലും രാവിലെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യാനായിരുന്നു നീക്കം. ബി.ജെ.പി. നേതാക്കൾ പ്രതിരോധിച്ചതോടെ പോലീസ് ശ്രമം പാളുകയായിരുന്നു. പോലീസ് പ്രീണന രാഷ്ട്രീയത്തിന്റെ തിരക്കഥ തയ്യാറാക്കുന്നുവെന്ന് ബി.ജെ.പി. കുറ്റപ്പെടുത്തി. പി.സി. ജോർജിന്റെ വീട്ടിൽ ബി.ജെ.പി. നേതാക്കൾ യോഗം ചേരുന്നു. വിവരങ്ങളുമായി നിഷ ദിലീപ് ഒപ്പം ചേരുന്നു. നിഷ, ഹാജരായോ പി.സി. ജോർജ്? കൃഷ്ണരാജ്, അല്പസമയം മുമ്പാണ് പി.സി. ജോർജ് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായത്. അല്പസമയം മുമ്പ് വരെ ഈ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ എത്തുമെന്ന് കരുതി ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരടക്കം മാധ്യമപ്രവർത്തകരടക്കമുള്ള ആളുകൾ ഇവിടെ കാത്തു നിൽക്കുകയായിരുന്നു. അതിനിടെയാണ് ബി.ജെ.പി. നേതാക്കളുമൊത്ത് കോടതിയിൽ പി.സി. ജോർജ് അല്പസമയം മുമ്പ് എത്തിയത്. രാവിലെ മുതൽ തന്നെ പി.സി. ജോർജ് ഇന്ന് ഈരാറ്റുപേട്ട സ്റ്റേഷനിൽ ഹാജരാവാമെന്ന് നോട്ടീസ് മുഖാന്തരം പോലീസിനെ അറിയിച്ചിരുന്നതാണ്. പക്ഷേ അത് കണക്കിലെടുക്കാതെ തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ പി.സി. ജോർജിന്റെ വീട്ടിലേക്ക് ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള പോലീസ് സംഘം എത്തിയിരുന്നു. കൂടുതൽ പോലീസുകാർ അല്പസമയം മുമ്പ് വരെ അദ്ദേഹത്തിന്റെ വീടിന് സമീപം നിലയുറപ്പിച്ചിരുന്നു. അദ്ദേഹം ഹാജരാകുന്നതിന് മുമ്പ് തന്നെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കമൊക്കെ നടത്തിയിരുന്നു. എന്തായാലും ഇവിടെ എത്തും എന്നുള്ള ആ ഒരു പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് അദ്ദേഹം കോടതിയിൽ അല്പസമയം മുമ്പ് ഹാജരായത്. എന്തായാലും ബി.ജെ.പി. നേതാക്കൾക്കൊപ്പം തന്നെയാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. ഇന്ന് ഹാജരാവാനായി പി.സി. ജോർജ് നേരത്തെ തന്നെ നോട്ടീസ് നൽകിയിരുന്നു. നേരത്തെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോലീസ് എത്തിയെങ്കിലും 2 തവണ നോട്ടീസ് നൽകാൻ എത്തിയ സമയത്തും പി.സി. ജോർജ് അവിടെ ഇല്ലായിരുന്നു. 2 ദിവസത്തെ അവധി അദ്ദേഹം ഹാജരാകാൻ വേണ്ടി ചോദിച്ചിരുന്നു. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ ഇന്ന് രാവിലെ തന്നെ 10 മണിക്ക് മുൻപ് ഹാജരാകുമെന്ന് ആദ്യം അറിയിച്ചു. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ ഇന്ന് രാവിലെ തന്നെ പി.സി. ജോർജിന്റെ വീട്ടിലേക്ക് ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള പോലീസ് സംഘം കൂടുതൽ ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ അവിടെ എത്തിയിരുന്നു. പി.സി. ജോർജിനെ സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപ് തന്നെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള നീക്കമൊക്കെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പാലാ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഈ അടുത്ത സ്റ്റേഷനിൽ നിന്നുള്ള SHOമാർ അടങ്ങുന്ന ഒരു വലിയ സംഘം പോലീസ് തന്നെ ഈരാറ്റുപേട്ട സ്റ്റേഷനിൽ നിലയുറപ്പിച്ചിരുന്നു. എത്തിയാലുടൻ തന്നെ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നീക്കമൊക്കെയായിരുന്നു നടന്നത്. ആ നീക്കങ്ങളൊക്കെ തിരിച്ചുകൊണ്ടാണ് അല്പസമയം മുമ്പ് പി.സി. ജോർജ് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിയിരിക്കുന്നത്. നിഷ, ഈ പോലീസ് സ്റ്റേഷന് മുന്നിലാണ് നിഷ ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നു. അവിടെ എന്താണ് വിവരങ്ങൾ? കൃഷ്ണരാജ്, അല്പസമയം മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയില്ല. അല്പസമയം മുമ്പാണ് പി.സി. ജോർജ് കോടതിയിൽ ഹാജരായത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും മാധ്യമങ്ങളടക്കമുള്ള ആളുകൾ കോടതിയിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ പാലാ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വലിയ ഒരു ഉദ്യോഗസ്ഥ സംഘം തന്നെ ഉണ്ടായിരുന്നു. പാലാ ഡിവൈഎസ്പിയുടെ കീഴിലുള്ള വിവിധ SHOമാർ ഇവിടെ ഉണ്ടായിരുന്നു. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. മാത്രമല്ല AR ക്യാമ്പിൽ നിന്നുള്ള വലിയ ഒരു പോലീസ് സംഘം തന്നെ ഈ പോലീസ് സ്റ്റേഷന് മിഥുൻ, ഈ എന്തുകൊണ്ട് പോലീസിന് മുന്നിൽ ഹാജരാകും എന്ന തീരുമാനത്തിൽ നിന്ന് പി.സി. ജോർജ് മാറി ജുഡീഷ്യൽ, അതായത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാകാൻ തീരുമാനിച്ചു? പോലീസിന് മുമ്പിൽ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഹാജരാകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ ജുഡീഷ്യലിക്ക് മുമ്പിൽ, അതായത് കോടതിക്ക് മുമ്പിൽ ഹാജരാകുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. മാത്രമല്ല, ഇപ്പോൾ കോടതിയിൽ അദ്ദേഹം പ്രവേശിച്ച് കഴിഞ്ഞു. ബി.ജെ.പി. നേതാക്കളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാം ഈ പി.സി. ജോർജിനെ പിന്തുണർപ്പിക്കുന്നതിന് വേണ്ടി വീട്ടിലും മറ്റിടത്തുമായി എല്ലായിടത്തും എത്തിയിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ കൃത്യമായി പോലീസിൽ ഹാജരാകാതെ കോടതിക്ക് മുമ്പേ ഹാജരായിരിക്കുകയാണ്. നിയമാനുസൃതമായിട്ടുള്ള എല്ലാ രീതികളിലൂടെയും മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നേരത്തെ പി.സി. ജോർജുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയിരുന്നത്. ഒപ്പം പി.സി. ജോർജ് കോടതിയിൽ ഹാജരായി എന്ന വാർത്ത നേരത്തെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാം എന്നറിയിച്ചിരുന്നതാണ്. പക്ഷേ അപ്പോഴേക്കും വീട്ടിലെത്തി പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്യാനായിരുന്നു പോലീസിൻ്റെ നീക്കം. അത് പതിവാണല്ലോ. മുൻപ് PV അൻവറിൻ്റെ വിഷയത്തിലും അതിനു മുൻപും ഒക്കെ ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾക്ക് അതിന് ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു രീതിയായിരുന്നു പോലീസിൻ്റേത്. ഒരാളെ കാണിക്കാനായി അറസ്റ്റ് നാടകം നടത്തുക എന്നത് പതിവാണ് സമീപകാലത്തായി. പക്ഷേ പി.സി. ജോർജ് 7-8 മിനിറ്റ് മുൻപ് മജിസ്ട്രേറ്റിന് മുന്നിൽ, കോടതിക്ക് മുന്നിൽ ഹാജരാവുകയാണ് ചെയ്തത്. അതായത് ബി.ജെ.പി. നേതാക്കൾ അതിനെ പ്രതിരോധിച്ചു. വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ല, അവിടെ എത്താമെന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് പ്രതിരോധിക്കുകയും കൃത്യമായി പി.സി. ജോർജ് കോടതിയിൽ ഹാജരാവുകയും ചെയ്തു. ഇനി കോടതി തീരുമാനിക്കട്ടെ, അതിനുശേഷമാകാം ബാക്കി കാര്യങ്ങൾ എന്നാണ് ബി.ജെ.പി. പറയുന്നത്. കൃത്യമായി പോലീസിൽ കഴിഞ്ഞ ദിവസം ഹാജരാകുമെന്നാണ് പി.സി. ജോർജുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയിരുന്നത്. ഇപ്പോൾ കോടതിയിൽ ഹാജരായിരിക്കുകയാണ്, മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരായിരിക്കുകയാണ്. നമ്മൾ ബി.ജെ.പി. നേതാവ് N. ഹരി നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇങ്ങനെ ഒരു നീക്കത്തിന് പിന്നിൽ?
കാരണം പോലീസിനെ സംബന്ധിച്ച് ഒരു കാര്യവുമില്ലാതെ ചില നാടകങ്ങൾ കളിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടു. വളരെ കൃത്യമായി തന്നെ അദ്ദേഹം DYSPയുടെ മുമ്പിൽ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ രേഖാമൂലം കൊടുത്തിരുന്നു, ഞാൻ ഹാജരാവാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വരാൻ തയ്യാറായിട്ട് ഇരുന്ന ആ ഒരു സമയത്താണ് പോലീസ് ആകെ വന്ന വലിയൊരു അന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ തന്നെ അദ്ദേഹം വരാൻ വേണ്ടി ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ വളരെ ആ നാടകം വേണ്ട, അല്ലെങ്കിൽ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചില ആളുകളെ സന്തോഷിപ്പിക്കുന്ന ഒരു നടപടി വേണം എന്നുള്ള കാര്യത്തിലൊരു തീരുമാനം എടുത്തുകൊണ്ടായിരിക്കും അദ്ദേഹം വന്നിട്ടുള്ളത്. ഇനിയുള്ള നീക്കം എന്ന് പറയുമ്പോൾ പോലീസിന്റെ ഈ അന്വേഷണത്തിലും പോലീസിന്റെ നിലപാടിലും വിശ്വാസ്യത ഇല്ല എന്നുള്ള പ്രഖ്യാപനം കൂടി പോയി. അല്ല, ഉറപ്പല്ല. പോലീസിലെ വിശ്വാസ്യത എന്ന് പറയുന്നത് അത്തരത്തിലാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ ഈ സമൂഹത്തിൽ അന്തഛിദ്രം വളർത്തിയിട്ടുള്ള ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട CPM-ന്റെ നേതാവ് MV ഗോവിന്ദൻ ഒരു വലിയ സമുദായത്തെ അടച്ചാക്ഷേപിച്ചു. ശബരിമല സമയത്ത് എത്ര വൃത്തികെട്ട മ്ലേച്ഛമായ രീതിയിലാണ് നേതാക്കന്മാർ ഒരു സമൂഹത്തെ ആക്ഷേപിച്ചത്. അതിനെല്ലാം അവരെ എത്ര സംഭവങ്ങൾ, ഗണപതി മിത്താണെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ എത്രയെല്ലാം സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുക. ഇതിലൊന്ന് എം എം മണി നടത്തിയിട്ടുള്ള പ്രസ്താവനയുടെ നാലിലൊന്ന് പോലും പ്രസ്താവനകൾ PC ജോർജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നിരന്തരം ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, കേരള സമൂഹത്തിന്റെ മുന്നിലല്ലേ MV ഗോവിന്ദൻ ജീവിക്കുന്നത്? ഷംസീർ ജീവിക്കുന്ന അവിടെയല്ലേ? CPM-ന്റെ നേതാക്കന്മാർ മുഴുവൻ ജീവിക്കുന്ന അവിടെയല്ലേ? ഇദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനയും അതുപോലെ തന്നെ പബ്ലിക് ഡൊമൈനിൽ കിട്ടും. ബാക്കി എത്രയോ മതപണ്ഡിതന്മാരെന്ന് പറഞ്ഞ് അവകാശപ്പെടുന്നവർ എത്രയോ പ്രസ്താവനകൾ ഈ മനുഷ്യ സാക്ഷിയെ പോലും ഞെട്ടിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. എന്ത് നടപടിയാണ് എടുത്തത്? ഇപ്പം നിങ്ങൾ പറയുന്ന അനുസരിച്ച് കോടതിയിൽ ഒരാൾ കേസ് കൊടുത്തു. എത്രയോ കേസുകൾ ഈ കോടതികളിൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലുണ്ട്. നിങ്ങൾ എന്ത് ഒരു പേനയെങ്കിലും ചലിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ടോ? അപ്പോൾ ഇത് ചില ആളുകളെ വേണ്ടിയിട്ട്, ചില ആളുകളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി, ചില ആളുകളെ അതിൻ്റെ അവസാനത്തെ നാടകമാണ് PC ജോർജിൻ്റെ വീട്ടിൽ രാവിലെ പോലീസ് വന്നിട്ട് ഞങ്ങൾ ബലം പ്രയോഗിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ വേണ്ട എന്നുള്ള നിലയിൽ ഈ കോടതിയിലേക്ക് തന്നെ വരാനുള്ള തീരുമാനത്തിലേക്ക് അവസാനം എത്തിച്ചേർന്നത്. സംശയമായിരിക്കുന്നത് അത്തരത്തിൽ അവർക്ക് വേണമെങ്കിൽ DYSPയുടെ മുമ്പിൽ ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഏറ്റവും വലിയ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ സാമാജികനായിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം കയറുമെന്നൊരു ഉറപ്പാന്ന് പറഞ്ഞാണ്. അപ്പോൾ ആ ഒരവസ്ഥയിൽ വീണ്ടും ഇത്തരത്തിലേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സ്വാർത്ഥ താല്പര്യത്തിൻ്റെയും ഞാൻ പറഞ്ഞല്ലോ ചില ആളുകളെ സന്തോഷിപ്പിക്കുന്നതിന് അത് വേണ്ട എന്നുള്ള തീരുമാനം ഞങ്ങൾ എടുത്തുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് വന്നത്. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് രൂക്ഷമായ രീതിയിലുള്ള ചില വിമർശനങ്ങളാണ് PC-ക്കെതിരെ നടത്തിയിരിക്കുന്നത്. ആ ഹൈക്കോടതിയുടെ ഉത്തരവിനനുസരിച്ചാണ് പോലീസ് അടക്കം നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് BJP എങ്ങനെയാണ്? ഞാൻ ചോദിക്കട്ടെ, ഒരു മാധ്യമത്തിന്റെ മുമ്പിൽ ഞാൻ പറയുന്നതാണ് വാക്ക്. അതായത് ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് കൊടുത്തിട്ടുള്ള ആ ഡോക്യുമെന്റ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഒരു പ്രാവശ്യം പറഞ്ഞ സമയത്ത് എൻ്റെ വാക്കുകൾ ഒരു വാക്ക് ചേർക്കാതെ ഞാൻ പറഞ്ഞതാണ്, ഒരു വാക്ക് ഞാൻ ചേർക്കാതെ പറഞ്ഞതാണെന്ന് അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അതേ ഇവിടുത്തെ ഒരു ജഡ്ജിയുടെ മുമ്പിൽ വരുമ്പോൾ അദ്ദേഹം നേരിട്ട് കണ്ടല്ല പറയുന്നത്. തൻ്റെ മുമ്പിൽ വരുന്ന പേപ്പറുകളും തൻ്റെ മുമ്പിൽ വരുന്ന തെളിവുകളും അടിസ്ഥാനത്തിലാണ്. ഈ പേപ്പറുകളും തെളിവുകളും ഉണ്ടാക്കുന്ന ആരാ? കേരളത്തിലെ പോലീസാണ്. അതാണ് ഞാൻ ചോദിച്ചത്. ഈ കേരളത്തിൽ ഇതിന് വരെ പബ്ലിക് ഡൊമൈനിലുള്ള നിരവധിയായിട്ടുള്ള ഇതിൻ്റെയൊക്കെ കേട്ടാൽ മനുഷ്യനെ അറയ്ക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ സമൂഹത്തിൽ ഏറ്റവും പെട്ടെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിലേക്കുള്ള സ്റ്റേറ്റ്മെന്റുകൾ നടത്തിയ, ഞാൻ എടുത്തു പറയാം, ഈ ഏറ്റവും ഒടുവിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയിട്ടുള്ള പ്രസ്താവനയുണ്ട്. ഒരു സ്വമേധയാ പോലും ഇവിടെ ആരും തയ്യാറാവുന്നില്ല. ഷംസീർ നടത്തിയിട്ടുള്ള പ്രസ്താവന, അതുപോലെ തന്നെ MM മണിയുടെ പ്രസ്താവനകൾ, മതപണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവർ നടത്തിയിട്ടുള്ള, ഇതെല്ലാം പബ്ലിക് ഡൊമൈനിലുള്ളതാണ്. എന്താ നിങ്ങൾ ആ കാര്യങ്ങളൊന്നും ഇതേ തരത്തിലാണെങ്കിൽ കൊണ്ടുപോകേണ്ടതല്ലേ? കൊണ്ടുപോകുന്നില്ല. അതാണ് ഞങ്ങൾ പറയുന്നത്. ചില ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി PC ജോർജ് പറഞ്ഞതിനെ വളച്ചൊടിച്ച്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി അദ്ദേഹം തിരുത്തി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നിങ്ങൾ ആ തരത്തിലാണ് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ട എന്ന് കരുതിയിട്ടുള്ള ഞങ്ങൾ കോടതിയിൽ വന്നിട്ടുള്ളത്. നിയമ നടപടികൾ എന്ന് പറയുന്നത് സ്വാഭാവികമായും ഇന്നിപ്പോൾ കോടതി പറയും. അതിനനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകും. ആ കാര്യത്തിൽ അതുപോലെ തന്നെ PC ജോർജ് എന്ന് പറയുന്ന ആൾ BJP വന്നു, BJP-യുടെ നേതാവാണ്. അതിന് എല്ലാ വിധത്തിലുള്ള പിന്തുണയും അദ്ദേഹത്തിന് കൊടുക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അദ്ദേഹത്തിന്റെ പരാമർശം തെറ്റായി പോയി എന്നുള്ള അഭിപ്രായം BJP-ക്കുണ്ടോ? അല്ല, അദ്ദേഹത്തിന്റെ പരാമർശം പരാമർശമല്ലല്ലോ. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില അതിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു വാക്ക്, ഒരു അടർത്തിയെടുത്ത് ഒരു മുമ്പിൽ ചേർക്കാത്ത ഒരു സെന്റൻസ് സ്വാഭാവികമായും മനുഷ്യർക്ക് പറ്റുന്നില്ല. അത് അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ട്. ഞാനല്ല തിരുത്തുന്നത്, അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ട്. എന്നിട്ടും ആ തരത്തിലേക്കുള്ള നീക്കം എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റും. തുടർച്ചയായിട്ട് ഇപ്പോൾ മൂന്നാമത്തെ തവണയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. അതാണ് കോടതിയും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്.
തുടർച്ചയായിട്ട് മൂന്നാമതല്ല, ഓരോന്നിനും ഓരോ സംഭവങ്ങളാണ്. അത് ഓരോന്നും നമുക്കിവിടെ വിശദീകരിക്കാൻ പറ്റത്തില്ല. ഞാനതാ ചോദിച്ചത്. അതിനൊക്കെ അപ്പുറം ഞാൻ ചോദിക്കട്ടെ, കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരേ തരത്തിൽ നിരന്തരമായി ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ എടുക്കണം നിയമപരമായ എല്ലാ കാര്യങ്ങളും, നിയമത്തിനെതിരല്ല ഭാരതീയ ജനതാ പാർട്ടി. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് ബാക്കിയുള്ള ആളുകളുടെ കണ്ണടയ്ക്കുന്നു? നിങ്ങൾ ഒരു സൈഡിലേക്ക് മാത്രം നിങ്ങളുടെ ഈ കണ്ണ് തുറന്നു വെക്കുന്നതിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ളത്.